ഹലോ. അപ്പം അടുത്ത ടാസ്കിലോട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോവാം. ഇപ്പം ഈ ടാസ്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ റോസ്റ്റു ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. പിന്നെ റോസ്റ്റുവിൻ്റെ കുറച്ച് പാക്കേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പാക്കേജസ് ഉണ്ട്. ആ പാക്കേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. നിങ്ങളത് എടുത്തിട്ട് നിങ്ങൾ ഗേറ്റ് പാറ്റേൺസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിൻ ടാസ്ക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് റോസ്റ്റു എന്താണെന്ന് മനസ്സിലാവും. പിന്നെ റോസ്റ്റിന് കുറച്ച് ബേസിക്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ ആർവിസ് എന്താണെന്ന് മനസ്സിലാവും, ഗസീബോ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനിയിപ്പം നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്ത് പോവാം. ഇപ്പം നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന വിർച്വൽ മെഷീൻ ആയിരിക്കും. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിർച്വൽ മെഷീൻ അല്ല, എൻ്റെ ഉബുണ്ടു സിസ്റ്റത്തിൽ ഓടുന്നതാണ്, ഡുവൽ ബൂട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഉബുണ്ടുവിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ മറ്റേ വിർച്വൽ ബോക്സിൽ കയറിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യത്തെ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു ചെറിയ സ്ക്രീനായിരിക്കും ലോഡാവുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, എന്നിട്ട് വ്യൂ ഫുൾ സ്ക്രീൻ വെക്കണം. അപ്പം കുറച്ചും കൂടെ വലുതാവും അത്. അപ്പം സംഭവം എല്ലാം മറ്റേ വിൻഡോസിൻ്റെ ടൂൾ ബാറെല്ലാം പോയിട്ട് നേരെ കുറച്ചുകൂടെ വലുതാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയിട്ട് ഡിസ്പ്ലേ എടുക്കണം. ഡിസ്പ്ലേ എടുത്തിട്ട് ഈ 1920x1080 16:9 എന്ന റേഷ്യോയിൽ ഇടണം. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഉബുണ്ടു ഫുള്ള് നിങ്ങളുടെ വിർച്വൽ ബോക്സിൽ. അപ്പോൾ നിങ്ങളത് ചെയ്യണം. ആദ്യം എന്താ റെസൊല്യൂഷൻ മാറി കിടക്കുമായിരിക്കും. നിങ്ങൾ സെറ്റിങ്സിൽ കയറിയിട്ട് ഡിസ്പ്ലേ കയറിയിട്ട് ഇത് റെസൊല്യൂഷൻ മാറ്റി ഈ റെസൊല്യൂഷൻ ആക്കണം. ഓക്കെ. ഈ ബാക്കി റോസിൻ്റെ കാര്യത്തിലോട്ട് പോവാം. ഇനി ബാക്കി ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും റോസ്റ്റ് സൈറ്റിൽ പോവാം. റോസ്റ്റ് ഹമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നേരെ ഇൻസ്റ്റാളേഷൻ പോവുക. നിങ്ങൾ ഉബുണ്ടുവിൽ ചെയ്യുന്നത് നമ്മൾ ഇത് കമാൻഡ് ആൻഡ് ഇൻ്റർഫേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ടെർമിനലാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ടെർമിനൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ടെർമിനൽ കണ്ടില്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ടെർമിനൽ സെർച്ച് ചെയ്യുക. അപ്പം ഫസ്റ്റ് കാണുന്ന സൈറ്റ് എടുക്കുക, ഫസ്റ്റ് കാണുന്ന ഐക്കൺ നിൽക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഡീബിയൻ പാക്കേജസ് ആണ്, നിങ്ങളുടെ ബ്രൗസറിൽ കയറിയിട്ട് ഡീബിയൻ പാക്കേജസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കയറുക. പിന്നെ ഇപ്പോൾ ഇത് തുടങ്ങുക. അപ്പം അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനെങ്ങനെയാണെന്ന് അതാണ് ഫുൾ ഇത്. പിന്നെ റിസോഴ്സ് എല്ലാം കിടപ്പുണ്ട്. പിന്നെ സെറ്റ് ലോക്കൽ, ഫസ്റ്റ് ലോക്കലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, UTF-8 ഫോർമാറ്റിലോട്ട് ആക്കണമല്ല. അപ്പോൾ നിങ്ങൾ ഇത് കോപ്പി ചെയ്തിട്ട് നേരെ Ctrl+Shift+V അതാണ് ചെയ്യാനുള്ളത്, കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളത്. നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ ടെർമിനലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+Shift+V ആണ് ചെയ്യേണ്ടത്. അപ്പം പാസ്വേഡ് വയ്ക്കും. എൻ്റെ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ലോഡായിട്ട് നിങ്ങൾ അത് സെറ്റാവും. എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഒക്കെയാണ്, അതുകൊണ്ട് എനിക്കത് വിഷയമില്ല. പിന്നെ സെറ്റപ്പ് സോഴ്സ് സെറ്റ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് Ctrl+Shift+V, അപ്പോൾ അത് സെറ്റാവും. പിന്നെ അടുത്ത ഇത് എന്നിട്ട് എൻ്റർ കൊടുക്കണം. ഇതാ അടുത്തത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് ലോഡാവുകയാണ്. അത് ലോഡായി തീരാൻ നേരത്ത് കാണിക്കാം. അത് തീർന്നു. അപ്പം Ctrl+Shift+V അടുത്ത കോഡ് കോപ്പി ചെയ്യണം. അടുത്തൊരു സെറ്റ് പീസ് ഓഫ് കോഡ് ഈ സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കണം. ഇതിങ്ങനെ ആവും. പിന്നെ അത് കഴിഞ്ഞ് sudo apt അപ്ഡേറ്റ്, അത് sudo apt അപ്ഡേറ്റ് കൊടുക്കണം. പിന്നെ അത് sudo apt അപ്ഗ്രേഡ് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കണം. ഇത് രണ്ടും കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ കുറച്ച് കിടപ്പുണ്ട്, അപ്പം ഞാനിപ്പോഴും ചെയ്യുന്നില്ല അത് തൽക്കാലത്തേക്ക്. പിന്നെ അത് തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് sudo apt ഇൻസ്റ്റാൾ റോസ് ഹമ്പിൾ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഇത് നെക്കിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കൊടുക്കണം. മനസ്സിലായി? ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഞാനത് കാണിക്കുന്നില്ല. പിന്നെ റോസ് ബേസ് ഇൻസ്റ്റാൾ ബെയർബോൺസ് കമ്മ്യൂണിക്കേഷൻ ലൈബ്രറീസ് GUI ടൂൾസ്. പിന്നെ ഇതും ചെയ്യണം, നിങ്ങളിതും ചെയ്തേക്കണം. ഇതാണ് റെക്കമെൻഡ്. ഇതിപ്പോൾ ഇത് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഇത് ചെയ്യരുത്. എന്നിട്ട് ഇത് ചെയ്യണം, റോസ്റ്റ് ഡെവലപ്മെൻറ്റ് ടൂൾസ്. ഇതിട്ടിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് Ctrl+Shift+V എടുത്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ എൻ്റേത് ഓൾറെഡി തീർന്ന്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ നിൽക്കാത്തത്. പിന്നെ എൻവിറോൺമെൻറ്റ് സെറ്റപ്പ്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു കാര്യം ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സോഴ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ഇത് ഇത്രയും ചെയ്ത് കഴിയുന്നിടത്ത് കൂടി നമ്മുടെ റോസ് ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്
പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ എൻവിറോൺമെൻറ്റിനെ സോഴ്സ് ചെയ്യണം. ഈ റോസ് എന്നുള്ള സാധനം എല്ലാ ടെർമിനലിലും അങ്ങനെ സോഴ്സ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഈ കോഡ് കൊടുത്തിട്ട് ഈ ഫസ്റ്റ് ടെർമിനൽ തന്നെ കോഡ് കൊടുത്തിട്ട് Ctrl+Shift+V കൊടുക്കണം. അപ്പം ഒരിത് വരും. അപ്പോൾ അടുത്ത ഇതിലോട്ട് പോവും. പിന്നെ നമ്മൾ എക്സാമ്പിൾ ചെയ്യണം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഴ്സ് ടു ഇത് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെർമിനലിൽ ഇത് ആഡ് ചെയ്യാം. ഒരു C++ ടോക്കറാണിത്. റൺ ചെയ്യാൻ നേരത്തെ നോക്കിക്കോണേ. അപ്പം കണ്ടോ, ഇതിപ്പം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഹലോ വേൾഡ് 1, ഹലോ വേൾഡ് 2, ഹലോ വേൾഡ് 3. ഇത് റോസ് തന്നെ പബ്ലിഷ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഇതിനെ റിസീവ് ചെയ്യാനായിട്ടൊരു സാധനമുണ്ട്. അപ്പം അത് വേണമെങ്കിൽ നോക്കി ചെയ്യാം. ലിസണർ എന്ന് പറയുന്ന സാധനം അത് വേറെ ടെർമിനൽ എടുത്തിട്ട് എൻ്റെ റോസ് സോഴ്സ്ഡ് ആണ്. അപ്പോൾ എനിക്ക് ഏത് ടെർമിനൽ വേണമെങ്കിലും ആവാം. ഞാൻ സോഴ്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ ഇതിനകത്ത് റൺ ചെയ്താൽ ഐ ഹേർഡ് ഹലോ വേൾഡ് 23, 24. ഈ 24 തൊട്ട് ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്നു. അപ്പം ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇതിവിടെ കേൾക്കും. അപ്പം ലിസണറും ടോപ്പിക്കും തമ്മിലുള്ള ഇത് മനസ്സിലാകുന്നതായിരിക്കുന്നു. ലിസണറും ലിസണറും ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഈ സാധനം. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളാണ്. റോസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു ചെക്ക് ചെയ്യാനായിട്ടാണ് ഇത് ഇപ്പം ഉപയോഗിക്കുന്നത്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അടുത്ത ഇനി പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞുതരാം. പിന്നെ ഇതിപ്പം റോസിന് സോഴ്സ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഓരോ ടെർമിനൽ എടുക്കാൻ നേരത്ത് ഓരോന്ന് എനിക്ക് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ ഓൾറെഡി സോഴ്സ്ഡ് ആണ്. അപ്പം സോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇനി നിങ്ങളെ സോഴ്സ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. അപ്പം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടെർമിനൽ എടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു ടെർമിനൽ നേരത്തെ ഓണാക്കി കിടപ്പുണ്ടല്ലോ റോസിൻ്റെ, അതിലൊന്നും ചെയ്യരുത്. നിങ്ങൾ പുതിയ ടെർമിനൽ എടുക്കുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടും ചെയ്യാനായിട്ടാണ് പുതിയ ടെർമിനൽ. പുതിയ ടെർമിനൽ ന്യൂ വിൻഡോ ഒന്ന് സെലക്ട് ചെയ്യുക. ന്യൂ വിൻഡോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കോഡ് ഫസ്റ്റ് ജി എഡിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ജി എഡിറ്റിലോട്ട് Ctrl+Shift+V ആണ് ടെർമിനലിൽ എന്ത് ടൈപ്പിങ്. Ctrl+V അല്ല, അത് നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനൊരു സാധനം ഓപ്പണായി വരും. .bashrc എന്ന് പറഞ്ഞ സാധനം. ഇപ്പം ഇത് കുറേ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ അതിലൊന്നും എഡിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഏറ്റവും താഴെ പോകണം. ഓക്കെ, ഈ FI എന്ന് പറഞ്ഞ സാധനം കണ്ടോ. അപ്പോൾ അതിന് തൊട്ട് താഴെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സോഴ്സ് റോസ്റ്റഡ് ഇൻസ്റ്റാൾ setup.bash opt റോസ് ഹംബിൾ setup.bash. ഇതല്ല, നിങ്ങൾക്ക് ഇതെൻ്റെ വർക്ക് സ്പേസ് ഞാൻ സോഴ്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്നിട്ട് അടുത്ത കോഡ് കണ്ടില്ലേ, അടുത്ത കോഡ് കണ്ട ഇതാണ് കണ്ട അടുത്ത സോഴ്സ് OPT റോസ് ഹംബിൾ. ഇത് നേരെ കോപ്പി ചെയ്തിട്ട് നിങ്ങളത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എൻ്റെ ഓൾറെഡി പേസ്റ്റഡാണ്. ഇതാണ്ട കണ്ടോ. നിങ്ങൾ ഇതിപ്പോൾ ആഡ് ചെയ്യരുത്, ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ചെയ്യരുത്. അപ്പം സോഴ്സ് OPT റോസ് ഹംബിൾ setup.bash ഈ സാധനത്തിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സേവ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ സേവ് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ അത് സേവ് കൊടുക്കണം, മറ്റേ സേവ് കൊടുക്കണം. എന്നിട്ട് സോഴ്സ് setup.bash കൊടുത്തിട്ട് ആ ടെർമിനലിൽ പോയിട്ട് ടൈപ്പ് ചെയ്യണം. ഈ എടുത്ത ടെർമിനൽ അപ്പം സോഴ്സ്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് പുതിയ ടെർമിനൽ എടുക്കണം. ഇവിടെ റോസ് 2 ടൈപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ റോസ് ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. വേറെ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്യുമെന്ന് നോക്കാം. ബാക്കി കാര്യങ്ങൾ പിന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം.